ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. നേരത്തെ നിശ്ചയിച്ചിരുന്നത് സമയത്തിൽ നിന്നും നേരത്തെയാണ് ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. വിശദമായി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ ഹാജരാകണമെന്നുള്ള നോട്ടീസ് പിതാവാണ് കൈപ്പറ്റിയത്. ഇന്ന് 3 മണിക്ക് ഹാജരാകും എന്നായിരുന്നു പിതാവ് നൽകിയ സൂചന. ഇന്ന് രാവിലെയാണ് അത് 10:30 തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാകും എന്നറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായിരിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഷൈൻ ടോം ചാക്കോ അതിനുള്ളിലേക്ക് കടന്നതായാണ് മനസ്സിലാക്കേണ്ടത്. ഷൈനിൽ നിന്ന് ഏതൊക്കെ വിവരങ്ങൾ ആരായണമെന്നത് സംബന്ധിച്ച് പോലീസ് ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടുണ്ട്. വിശദമായ ചോദ്യാവലി തന്നെ പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സുധീഷ്, 10:30 പോലീസിന് മുന്നിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ, അല്ലേ? രോഹിണി, 10 മണിയോടെ തന്നെ കൃത്യം പോലീസ് നൽകിയ നോട്ടീസിൽ പറഞ്ഞിരുന്നത് 10 മണിക്ക് ഹാജരാകണമെന്നാണ്. 10 മണിക്ക് തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. അച്ഛൻ ചാക്കോയ്ക്കും നേരത്തെ 10:30 എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളതായി ACP വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് നിർദ്ദേശിച്ച അതേ സമയത്ത് തന്നെ പോലീസിന് ഒരു തരത്തിലും പിണക്കണ്ട എന്നൊരു സമീപനത്തോടെ തന്നെയാണെന്ന് തോന്നുന്നു. 10 മണിക്ക് തന്നെ കൃത്യമായി ഹാജരായിരിക്കുന്നു. സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നത്. ചോദ്യം ചെയ്യലിൽ ഈ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ നിന്നും ചാടിപ്പോയതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയും. അതോടൊപ്പം തന്നെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടും മറ്റ് വിവിധ വിവരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ആ നിരീക്ഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാനാണ് വിളിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഹോട്ടൽ മുറിയിൽ നിന്നും ചാടി ഓടി രക്ഷപ്പെട്ടത് എന്തിനെ എന്നത് സംബന്ധിച്ചും ആ സമയത്ത് രാസലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ, കയ്യിലുണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം വിവിധ ഹോട്ടലുകളിൽ താമസിച്ചപ്പോൾ വന്ന സന്ദർശകരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, കഴിഞ്ഞ 1 മാസത്തെ ഫോൺ കോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്ര ചെയ്തതിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ, ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായും നടി നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അടക്കമുള്ളത് വിവരങ്ങളും ചോദിച്ചറിയും. അത്തരത്തിൽ വിശദമായ ചോദ്യം ചെയ്യലാവും ഉണ്ടാകുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരായി ഏതെങ്കിലും തരത്തിൽ രക്തസാമ്പിളുകളോ മറ്റോ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി ശേഖരിക്കുമോ എന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ പോലീസ് അത്തരമൊരു നടപടിയിലേക്കും കടന്നേക്കാം. എന്തു തന്നെയായാലും നമുക്കറിയാം 2015 ഒരു കേസിൽ കൊക്കൈനുമായി പിടിയിലായ കേസിൽ കൃത്യമായ തെളിവ് ഹാജരാക്കുന്നതിൽ പോലീസ് പരാജയപ്പെടുകയും അത് വലിയ രീതിയിൽ പോലീസിന് വിമർശനമേൽക്കുകയും ചെയ്തിരുന്നു. കോടതി അടക്കം ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടത് തന്നെ പോലീസിൻ്റെ വീഴ്ചയായും വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പഴുതടച്ചുള്ള ഒരു സമീപനമായും പോലീസ് സ്വീകരിക്കുക എന്നത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തു തന്നെയായാലും ഇപ്പോൾ പോലീസിൻ്റെ നോട്ടീസ് പ്രകാരം കൃത്യം 10 മണിക്ക് തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഷൈൻ ടോം ചാക്കോ ഹാജരായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ വിവരം. പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു, വലിയ അവ്യക്തതകൾ ഇതിൽ നിലനിന്നിരുന്നു. എന്നാൽ ആ അവ്യക്തതകൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരായിരിക്കുന്നു. ഒപ്പം പിതാവുണ്ട്. പിതാവിന് ഷൈൻ ടോം ചാക്കോയുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ബന്ധപ്പെട്ടിരുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും കൃത്യമായും ഷൈൻ ടോം ചാക്കോയ്ക്കൊപ്പം പിതാവും അതോടൊപ്പം തന്നെ അഭിഭാഷകനും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രോഹിണി. ശരി സുധീഷ്, നിലവിൽ ഏതൊക്കെ കാര്യങ്ങളിലായിരിക്കും പോലീസ് ഇന്ന് ഷൈനിനോട് കാര്യങ്ങൾ ചോദിച്ചറിയുക? പ്രധാനമായും 2 വിഷയങ്ങളുണ്ടല്ലോ. എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നിന്നും ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഇറങ്ങിയോടിയതുമായി ബന്ധപ്പെട്ട്, ഒപ്പം നടിയുടെ പരാതി. ഇതിലെല്ലാം തന്നെ പോലീസ് ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ഇന്ന് തന്നെ തയ്യാറെടുക്കും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ടോണി, നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യത്തക്കതായ തെളിവുകളൊന്നും തന്നെ ഇല്ലെന്ന് നർക്കോട്ടിക് സംഘം തന്നെ, പോലീസ് സംഘം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഈ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കൊച്ചി മെട്രോയ്ക്ക്, അതായത് ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ സമീപത്തെ ഹോട്ടലിൽ നിന്നും
ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം, രക്ഷപ്പെട്ട ശേഷമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, എവിടെയൊക്കെ പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ച ഘടകം എന്തെന്ന് ആ കാര്യം വിശദമായി തന്നെ ചോദിക്കും. ഇതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 6 ഹോട്ടലുകളിൽ, എറണാകുളം കൊച്ചി ടൗണിൽ തന്നെ 6 ഹോട്ടലുകളിൽ താമസിച്ചിരുന്നു. ഇവിടെയെല്ലാം നിരവധി സന്ദർശകരുണ്ടായിരുന്നു. ഈ സന്ദർശകരാരൊക്കെയായിരുന്നു, അവരെ എന്തിനാണ് കണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയും. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ഒരു മാസത്തെ ഫോൺ കോൾ രേഖകൾ, ആ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രകൾ, ഈ യാത്രകളിൽ ആരൊക്കെയായിട്ട് കണ്ടു, എന്ത് ലക്ഷ്യത്തോടെയുള്ള യാത്രകളായിരുന്നു, ഇത്തരം വിവരങ്ങളെല്ലാം ശേഖരിക്കും. ഇതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകളിൽ നിന്നെല്ലാം CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ ശേഖരിച്ച തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ ഇതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നത്, അതിൽ കൃത്യത വരുത്തുന്നതിന് വേണ്ടി ആ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ച് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഈ ചോദ്യം ചെയ്യൽ എത്ര വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഷൈൻ ചാക്കോയ്ക്ക് കുരുക്ക് വീഴുമോ എന്നത് സംബന്ധിച്ച് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഭാഷകരോടടക്കം ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും അതിൽ നൽകേണ്ടതായ മറുപടിയും എല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു മുൻപഠനത്തോടെ, ഇല്ലെങ്കിൽ അത് സംബന്ധിച്ച കൃത്യമായ ധാരണയോടെ തന്നെയാണ് ഷൈൻ ടോം ചാക്കോയും എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അത്തരത്തിൽ രണ്ടു ഭാഗവും, പോലീസും ഷൈൻ ടോം ചാക്കോയും കൃത്യമായ തയ്യാറെടുപ്പുകളോടെയാണ് ഈ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ചോദ്യം ചെയ്യൽ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വാർത്തകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഈ ഓടി രക്ഷപ്പെടലിനോടൊപ്പം തന്നെ നടിയുടെ പരാതി, അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായവർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, ഇത് എല്ലാം ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായ ആരോപണങ്ങളായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിവിധ ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു നീക്കം തന്നെയാവും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിൽ തന്നെ എടുത്തു പറയേണ്ടത്, ഇന്നലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ പറഞ്ഞത് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട, കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, 10 വർഷത്തോളം കേസ് നടത്തിയതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ കേസിലേക്ക് എത്തുന്ന ഘട്ടമൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ആശങ്കയും ഇല്ലാതെ തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തൻ്റെ മകനെ 10 വർഷത്തോളമായി വേട്ടയാടുന്നു എന്ന ആരോപണവും മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം ഒരു ആരോപണവുമായി കുടുംബം അടക്കം രംഗത്ത് വരുന്ന ഘട്ടത്തിൽ ഇതിൽ നിന്ന് പൂർണ്ണമായും രക്ഷ നേടി ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ആരോപണങ്ങൾക്കും എല്ലാം അറുതി വരുത്തുന്ന തരത്തിലുള്ള സമീപനം തന്നെയായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്ന്, ഭാഷയുടെ ഭാഗത്തു നിന്നും എല്ലാം ഉണ്ടാകുക. ആ ഒരു സാഹചര്യത്തിലാണ്, നാളെ ഈസ്റ്റർ കൂടിയാണ്. ഇന്നുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്കെല്ലാം ഒന്ന് തണുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് നാളെ ഈസ്റ്റർ ആഘോഷം മാനസിക സംഘർഷമില്ലാതെ നടത്തുക എന്ന ലക്ഷ്യം കൂടി ഇന്ന് തന്നെ പോലീസിനെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാതെ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി എത്തിയതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നതും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. എന്നാൽ പോലീസ് മുൻ കേസുകളിലെ പോലെ ഇതിലെല്ലാം തന്നെ ഒത്തുകളി ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഇടപെടൽ ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് അന്ന് ഓടി രക്ഷപ്പെടാനുള്ള സാഹചര്യം ലഭ്യമായതിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിൽ നിന്ന് തന്നെ എന്തെങ്കിലും വിവരങ്ങൾ ചേർന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും സംശയാസ്പദമായി തന്നെ നിലനിൽക്കുകയുമാണ് തോന്നുന്നത്. സുധീഷ്, ഇപ്പോൾ പോലീസിൽ സ്റ്റേഷന് മുന്നിൽ ഹാജരായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിയമപരമായ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ടല്ലോ. അതായത് ഈ ഡാൻസ് ഓഫ് സംഘം എറണാകുളത്തെ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ എത്തിയപ്പോൾ ഇറങ്ങി ഓടിയത് എന്തിന് എന്നുള്ളതിന് തൃപ്തികരമായ ഒരു മറുപടി നൽകണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചില തെളിവുകൾ നശിപ്പിക്കുന്നതിൽ നിന്ന് അവിടെ നിന്ന് മാറി നിന്നതാകാം. അത് വളരെ ബോധപൂർവമായി തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഉപയോഗിച്ചിരുന്ന മുറിയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നതായുള്ള സംശയം അത് എക്സൈസ് സംഘവും വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ തെളിവുകളില്ലാത്തത് പോലീസിൻ്റെ ചോദ്യമുനയിലേക്ക് എത്തിയാൽ പോലും തെളിവുകളുടെ അഭാവം ഷൈനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല സാഹചര്യം ഒരുക്കുകയല്ലേ? നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ലഹരി കച്ചവടക്കാരുമായി ടോമി, തീർച്ചയായിട്ടും അതെ. അത് പോലീസ് മുൻകൂട്ടി തന്നെ പറയുകയും ചെയ്യുന്നു. ഒരു തെളിവുകളും ഇല്ല എന്ന് നർക്കോട്ടിക് SP തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അത്തരം ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ചോദ്യം ചെയ്യലും. എന്നാൽ ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം പോലീസിൻ്റെ ഭാഗങ്ങൾ ന്യായീകരിക്കത്തക്ക രീതിയിലേക്ക് വരും എന്നതാണ് നോക്കിക്കാണേണ്ടത്. കൃത്യമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടതിൻ്റെ കാരണമായി ഒരുപക്ഷെ ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ
മൊഴികൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ പേരിലുള്ള ഏതെങ്കിലും അറസ്റ്റിനാണോ പോലീസ് എത്തുന്നത് അടക്കമുള്ള സംശയങ്ങൾ ഈ രക്ഷപ്പെടലിന് പിന്നിൽ ഉള്ളതായി ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാരണമാണോ അതോ കൈവശം അന്നേരം രാസലഹരികളോ മറ്റ് ഏതെങ്കിലും ലഹരി വസ്തുക്കളോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള സംശയവും പോലീസിനുണ്ട്. ഈ കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നതാണ് പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നതും. ഇത്തരം കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തുമ്പോൾ തന്നെ പോലീസ് നന്നായി പണിയെടുത്തെങ്കിൽ മാത്രമേ നിലനിൽക്കുന്ന പോലീസിനെതിരായ ആരോപണങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം 2015 ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അത് 10 വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അതിൽ ഈ 5 പ്രതികളെയും ഷൈൻ ടോം ചാക്കോ അടക്കമുള്ള 5 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയത്. ആ കുറ്റവിമുക്തരാക്കുമ്പോൾ കോടതിയുടെ വിലയിരുത്തൽ വളരെ നിർണായകമായിരുന്നു. കേസിനെ വളരെ ലാഘവത്തോടെയാണ് പോലീസ് കണ്ടത്. ഇതിൽ വൈദ്യ പരിശോധന കൃത്യമായി നടത്തിയിരുന്നില്ല. ഈ പിടിച്ചെടുത്ത രാസലഹരി അതിന് സംബന്ധിച്ച പരിശോധനകൾ കൃത്യമായി നടത്തിയിരുന്നില്ല. ഡ്യൂട്ടിയിലുള്ള ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലായിരുന്നില്ല, ഇല്ലെങ്കിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ടല്ല ദേഹപരിശോധന അടക്കം നടത്തിയിരുന്നത്. അത്തരം വളരെ വീഴ്ചകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിചാരണയിൽ കൃത്യമായ മൊഴി നൽകാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർക്കായിരുന്നില്ല. ആ മുറിയിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തി, ആരാണ് ആദ്യം അവിടേക്ക് കടന്നതെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾക്കും മുമ്പിൽ ഓർമ്മയില്ല എന്ന തരത്തിൽ മറുപടി പറയാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന അന്വേഷണ സംഘത്തെയാണ് കണ്ടിരുന്നത്. അതുപോലെ തന്നെ മുൻകൂട്ടി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടേക്ക് പോയതെന്ന് പറഞ്ഞു. എന്നാൽ അത് പിന്നീട് തള്ളിക്കളയുന്ന ഒരു സാഹചര്യം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത്തരത്തിലെല്ലാം വലിയ വീഴ്ചകൾ വരുത്തി പൂർണ്ണമായും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് തന്നെ ഒരുക്കുന്ന ഒരു അവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത്. അതിന് സമാനമായ വീഴ്ചകൾ ഉണ്ടാവാതെ ഇതിൽ കൃത്യമായും ഒരു പൂട്ടിടുന്നതിന് കഴിയുമോ എന്നതാണ് നോക്കിക്കാണേണ്ടത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു തെളിവുകളുമില്ലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുമ്പോൾ നിലവിൽ പോലീസ് പ്രതിരോധത്തിൽ തന്നെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരം ചില വാർത്തകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് മൊത്തത്തിൽ ലഹരിക്കെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാണ് എന്ന് വരുത്താനുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ പോലീസ് നിർദ്ദേശിച്ച പ്രകാരം, പോലീസ് നൽകിയ നോട്ടീസ് പ്രകാരം കൃത്യമായും 10 മണിക്ക് തന്നെ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുമോ എന്നതും നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും നോർത്ത് സ്റ്റേഷനിലാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളത്. ഒപ്പം പിതാവ് ചാക്കോയും അതോടൊപ്പം തന്നെ അഭിഭാഷകനും എത്തിയിട്ടുണ്ട്. അഭിഭാഷകൻ്റെ കൂടി സാന്നിധ്യത്തിലാവുമോ ചോദ്യം ചെയ്യൽ എന്നതിൽ സംശയമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നു. സുധീഷ്, മാധ്യമപ്രവർത്തകരോടൊന്നും ഒരക്ഷരം പോലും പറയാതെ വളരെ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പോകുന്ന ഷൈൻ ടോം ചാക്കോയാണല്ലോ നമ്മൾ കണ്ടത്. ഇനി തുടർ ചോദ്യം ചെയ്യലുകളിൽ ഷൈൻ ടോം ചാക്കോ എത്രത്തോളം സഹകരിക്കും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പലപ്പോഴും ഷൈൻ്റെ ഒരു ശാരീരിക ഭാഷയൊക്കെ തന്നെ പലപ്പോഴും ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂകളിൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകുന്നതിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഷൈനെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ചോദ്യാവലിക്ക് മുൻപിൽ കൃത്യമായ ഉത്തരം നൽകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഉത്തരം നൽകിയില്ലെങ്കിൽ പോലീസ് പ്രകോപിതരാകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഈ ചോദ്യാവലികളോടൊക്കെ അല്ലെങ്കിൽ ചോദ്യങ്ങളോടൊക്കെ തന്നെ ഷൈൻ ഒരു സഹകരണ മനോഭാവം വച്ചു പുലർത്തും എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ചാക്കോ ഈ പറഞ്ഞ പോലീസ് ആവശ്യപ്പെട്ട അതേ സമയത്ത് ഹാജരായവരുടെ ഒരു തരത്തിലും പോലീസിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന ഒരു നിലപാടാണ് ഷൈൻ ടോം ചാക്കോയ്ക്കുള്ളത്. ഇല്ലെങ്കിൽ അത്തരത്തിൽ നിയമോപദേശം ലഭിച്ചു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ആ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിനോടുള്ള സഹകരണം ഉണ്ടാകും. എന്നാൽ കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ. ശരി, സുധീഷിലേക്ക് എത്താം. നടൻ ഷൈൻ ടോം ചാക്കോ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നു. പോലീസ് ആവശ്യപ്പെട്ടിരുന്നതിലും അരമണിക്കൂർ മുൻപ് നടൻ സ്റ്റേഷനിലെത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആദ്യം 10:30 സ്റ്റേഷനിൽ എത്തും എന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ പോലും 10 മണിയോടുകൂടി തന്നെ ഷൈൻ പോലീസ് സ്റ്റേഷനിലെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാധ്യമപ്രവർത്തകരോട് നടൻ പ്രതികരിക്കാൻ തയ്യാറായില്ല. വളരെ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കൊച്ചിയിലെ ഹോട്ടലിൽ ഡാൻസ് ഓഫ് ടീം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഇറങ്ങി ഓടിയതിൽ വിശദീകരണം തേടാനാണ് നടനെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ
അവിടെ നിന്നും എന്തിനാണ് അത്ര വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടത്, തുടർന്ന് ആരൊക്കെയുമായി ബന്ധപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. സുധീഷ്, ഇവിടെ നമുക്കറിയാം ചോദ്യങ്ങളോട് കൃത്യമായി തന്നെ മറുപടി നൽകണം. തൃപ്തികരമായ ഒരു മറുപടി തന്നെ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഹോട്ടൽ മുറിയിൽ സാധാരണഗതിയിൽ താമസിക്കുന്നതിനാണ് മുറി എടുത്തതെങ്കിൽ ഒരു പോലീസ് സംഘം എത്തുമ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടതായ കാര്യമില്ല. പക്ഷേ അതിവിദഗ്ധമായി തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പുറത്ത് തയ്യാറായിരുന്ന ഒരു ബൈക്കിൽ കയറി പോവുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഷൈനോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് പോലീസ് നീങ്ങുമ്പോൾ അത് കൂടുതൽ കണ്ണികളിലേക്ക് കൂടി എത്തുകയല്ലേ? അതായത് അവിടെ ഈ ഡാൻസ് ഓഫ് സംഘം വരുന്നുണ്ട് എന്നുള്ള സൂചന നൽകിയതാര്, പുറത്ത് ബൈക്കുമായി നിന്നതാര്, ഷൈൻ ഉപയോഗിച്ചിരുന്ന ഫോൺ ആ സമയം എന്തായിരുന്നു, ആ ഫോണിലേക്ക് കൂടിയുള്ള ഒരു അന്വേഷണം, ഇതെല്ലാം സംബന്ധിച്ച് ഒരു സമഗ്രമായ ചോദ്യം ചെയ്യലിന് തന്നെയാകുമോ ഇന്ന് പോലീസ് കടക്കുക? ടോണി, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി തന്നെ ഷൈൻ ടോം ചാക്കോ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു, ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ആ ഒരു ഘട്ടം മുതലുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുക. അതോടൊപ്പം തന്നെ ഒരു മാസത്തെ ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് നടത്തിയ യാത്രകളുടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൊച്ചി നഗരത്തിൽ താമസിച്ച ഹോട്ടലിലെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുൻനിർത്തി തന്നെയായിരിക്കും ചോദ്യം ചെയ്യൽ. അതിൽ ഏറ്റവും പ്രധാനമായും ചോദിച്ചറിയേണ്ടത് ഈ തരത്തിൽ ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഓടി രക്ഷപ്പെട്ടു, അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നത് തന്നെയാണ് ചോദിച്ചറിയുക. അതിനുശേഷം നടത്തിയ ഓരോ നീക്കങ്ങളും, ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരാകുന്നത് വരെ നടത്തിയിട്ടുള്ള ഓരോ നീക്കങ്ങളെ സംബന്ധിച്ചും വിശദമായി തന്നെ ചോദിച്ചറിയും. അത് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഷൈനിൻ്റെ ഭാഗത്തു നിന്നും ഒരു പൂർണ്ണ സഹകരണം തന്നെയാണ് പോലീസ് ആവശ്യപ്പെടുന്നതും പ്രതീക്ഷിക്കുന്നതും. അത്തരത്തിലുള്ള ആ ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള രാസലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടലുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ ഒരു മുന്നൊരുക്കത്തോടുകൂടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോയും എത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ള വ്യക്തികളിൽ ആർക്കെങ്കിലും രാസലഹരിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപാടുകൾ നടത്തുന്നവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അത്തരം പരിശോധന കൂടി അടിസ്ഥാനത്തിലാവും ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകുന്നത്. ഈ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിച്ചപ്പോൾ ആ മുറിയിലുണ്ട്. അവിടേക്ക് ഷൈൻ ടോം ചാക്കോയെ ഇരുത്തിയിരിക്കുകയാണ്. ഒപ്പം അഭിഭാഷകനുണ്ട്, പിതാവുണ്ട്. ആ രീതിയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഒറ്റയ്ക്ക് ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നതും. എന്തുതന്നെയായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാകും ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഹിണി. സുധീഷ്, അതോടൊപ്പം നമ്മൾ നേരത്തെ ഉന്നയിച്ച ഒരു സംശയമാണ്, അതായത് ഷൈൻ ടോം ചാക്കോ ഏത് രീതിയിലായിരിക്കും ഈ ചോദ്യങ്ങളോടൊക്കെ മറുപടി പറയുക എന്നുള്ളത്. നമുക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഒരു ശരീരഭാഷ അറിയാം, പലപ്പോഴും പ്രതികരിക്കുന്ന രീതി അറിയാം. അതുകൊണ്ടാണ് പോലീസിൻ്റെ ചോദ്യമുനയിൽ ഷൈൻ നിൽക്കുമ്പോൾ അത്തരം ഷൈൻ വച്ചു പുലർത്തി പോരുന്ന പ്രവണതകളൊക്കെ മാറ്റിവെച്ച് കൃത്യമായ ഒരു ഉത്തരം തന്നെ നൽകേണ്ടതല്ലേ? ഇല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. രോഹിണി, അതുതന്നെയാണ് ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു സാഹചര്യമല്ലെങ്കിൽ പോലീസ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ പ്രാഥമികമായി ഫോൺ അടക്കം കസ്റ്റഡിയിലെടുത്തുകൊണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അടക്കം നൽകിക്കൊണ്ടുള്ള കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക്, കൂടുതൽ കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കും എല്ലാം തന്നെ നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വന്നാൽ വീണ്ടും ചോദ്യം ചെയ്യലിനെ രീതിയിൽ ഈ കേസ് കടുപ്പിക്കുന്നതിലേക്കുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്നാൽ കൃത്യമായി 10 മണിക്ക് തന്നെ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരായിരിക്കുന്നത്. സ്റ്റേഷനിൽ ഹാജരായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഒരു മുൻധാരണ ഷൈനുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിഭാഷകരുമായി അടക്കമുള്ള ആശയവിനിമയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യലിന് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനെ പിണക്കാതെയും എന്നാൽ നൽകാവുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടുമുള്ള സമീപനം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിൽ പോലീസ് എത്രത്തോളം തൃപ്തമാകും എന്നതാണ് നോക്കിക്കാണേണ്ടത്. അത്തരത്തിൽ പോലീസിന് ഏതെങ്കിലും തരത്തിൽ കളവ് പറയുന്നതായി ലഭിച്ചില്ലേ, അത്തരം സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് പോലീസിനെ നീങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.